Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് ആന്ധ്ര മസാല ഉപയോഗിച്ചുള്ള ഒരു ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് നാനിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് ഇനി 4-5 പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കാം. സവാളയുടെ നിറം മാറി തുടങ്ങുന്ന സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 4-5 കറിവേപ്പില ചേർക്കുക. പിന്നെ ഒരു 1/2 കപ്പോളം കോറിയാൻഡർ ലീവ്സ് ചേർക്കുക. ഒരു 1/4 കപ്പ് മിൻറ്റ് ലീവ്സും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ട് പൊട്ടുവോളം കുക്ക് ചെയ്യുക. ചെറിയ ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 4-5 പച്ചമുളകും കൂടി ചേർക്കുക. ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. വലിയ പച്ചമുളകാണെങ്കിൽ 2-3 ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് സവാളയുമായിട്ട് മിക്സ് ചെയ്യുക. സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. തക്കാളിയൊക്കെ സോഫ്റ്റ് ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 500 ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയത് അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ചേർത്ത് അരപ്പുമായി നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് ഹൈ ഹീറ്റിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്യുക. മസാലയുമായിട്ട് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആകോളം ഇത് ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം ലോ ഹീറ്റിലോട്ട് മാറ്റുക. ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കനുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരപ്പുമായി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രേവി പോരാന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ചിക്കൻ പീസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. കോറിയാൻഡർ ലീവ്സ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം.
ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആന്ധ്ര മസാല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിലൂടെ കാണാം. താങ്ക് യു.